നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ പ്രതികരണമാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് വന്നത്. വീണ ജോർജിനെതിരായ FB പോസ്റ്റിൽ നടപടി. CPM പത്തനംതിട്ട ലോക്കൽ കമ്മിറ്റി അംഗത്തെ 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. CWC മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് N രാജീവിനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. CK അഭിലാലുണ്ട്. അഭിലാൽ, ഈ നടപടികളുടെ വിശദാംശങ്ങൾ എന്താണ്? നടപടി സ്വീകരിച്ചിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ടത് ഇരുവേരൂർ ഏരിയ കമ്മിറ്റി അംഗം ആയിരുന്ന അഡ്വക്കേറ്റ് N രാജീവിനെതിരായ നടപടിയാണ്. അദ്ദേഹം CWCയുടെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും 1 മാസങ്ങൾക്ക് മുൻപാണ് പുറത്താക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വിമർശനം പരിഹാസ രൂപേണയുള്ളതും PJ ജോൺസന്റെ വിമർശനം എന്നുള്ളത് വീണ ജോർജിന്റെ പേര് പറഞ്ഞ് നേരിട്ടുള്ള വിമർശനവുമായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിലെ കെട്ടിട ഭാഗങ്ങൾ തകർന്നതിനെ തുടർന്ന് അതിൽ ഉൾപ്പെട്ട് വീട്ടമ്മ മരിച്ചതാണ് ഈ വിമർശനങ്ങളുടെ കാര്യമായി വന്നിട്ടുള്ളത്. PJ ജോൺസന്റെ വിമർശനത്തിൽ പ്രധാനമായും പറയുന്നത് വീണ ജോർജിന് മന്ത്രിയായിട്ട് ഒരു MLA ആയി കൂടി ഇരിക്കാനുള്ള അർഹതയില്ല, കൂടുതൽ പറയരുത്, പറയിപ്പിക്കരുത് എന്നുള്ളതായിരുന്നു PJ ജോൺസന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഉള്ളടക്കം. അതേസമയം അഡ്വക്കേറ്റ് N രാജീവൻ മന്ത്രിയുടെ പേര് ഏതും പറയാതെ പരിഹാസ രൂപേണയാണ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അതിൽ പറയുന്നത് ഈ സംഭവങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ പരിഹസിച്ചുകൊണ്ടുള്ളതായിരുന്നു ഈ പോസ്റ്റിന്റെ ഉള്ളടക്കം. സ്കൂൾ പഠന കാലയളവിൽ താൻ ചില കള്ളങ്ങൾ, വയറുവേദന അടക്കം ചില കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് പരീക്ഷാ ദിവസങ്ങളിലടക്കം മാറി നിന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ നീക്കം എന്നുള്ളത് ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിന് സഹായകരമാകും എന്നുള്ളത് ഉള്ളടക്കത്തോടു കൂടിയാണ് മന്ത്രിയുടെ ആശുപത്രി പ്രവേശനത്തെ വിമർശിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് N രാജീവനെ ലോക്കൽ കമ്മിറ്റിയിലേക്കാണ് തരം താഴ്ത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ PJ ജോൺസനെ 3 മാസത്തേക്ക് CPM പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്.